ശ്രീമാൻ അനിൽ മുഹമ്മദ് എന്നൊരു മാന്യദേഹം യൂട്യൂബിൽ കിടന്ന് വിളയാടുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുമ്പ് വളരെയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മുമ്പും ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് വിട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനത്തിലാണ്. അവിടെ ഒരു മാനേജർ പദവിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹം തലപ്പത്തിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം വളരെ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വീഡിയോസാണ് എപ്പോഴും പുറത്തു വിടുക. ഇദ്ദേഹത്തിന് പലപ്പോഴും എനിക്ക് അറിയാൻ സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് ഈ വീഡിയോസ് ചെയ്യുന്നു. അതായത് കേരള സർക്കാരിൻ്റെ രാജീവ് മന്ത്രി കേൾക്കണം, അതല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന വ്യവസായ മന്ത്രിമാർ ആരൊക്കെ കേൾക്കണം. ഓഫീസിലിരുന്ന് പോലും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. പല ബിഷപ്പ് ഹൗസിൽ നിന്നും ക്രിസ്തീയ വിഭാഗങ്ങൾ, ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള അവരുടെ ഇദ്ദേഹത്തോടുള്ള വിയോജിപ്പും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പലപ്പോഴും കേരള സർക്കാരിനോട് അവരുടേതായ കംപ്ലൈൻസ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എൻ്റെ കയ്യിൽ കുറച്ച് രേഖകളുണ്ട്. അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിനെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ അറ്റാക്ക്. ഇതുപോലെ കുറച്ച് വ്യക്തികളുണ്ട്, ഫസൽ ഗഫൂർ, MES ഇവരൊക്കെ വന്നിട്ട് സൗമ്യമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുക, സൗമ്യം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് വിഷയങ്ങൾ ഞാൻ മുമ്പ് ഇദ്ദേഹം പറയാണ്, ആഴത്തിൽ കുഴിക്കല്ലേ നമുക്ക് സ്നേഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു വന്ന ഗ്യാൻവാപ്പി ശിവക്ഷേത്രം അത് ആക്രമിച്ച് ഇസ്ലാമിയ സുഡാപ്പികള് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതല്ലെങ്കിൽ ചരിത്രം പറയാൻ പാടില്ല, കാരണം ചരിത്രം ഇവർക്ക് വെറുപ്പാണ്. ടിപ്പു സുൽത്താനെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് വെറുപ്പാണ്. തൂവൂര് കിണർ, മലബാർ കലാപം 1921 പറ്റി പറഞ്ഞാൽ ഇവർക്ക് വെറുപ്പാണ്. കാസ എന്ന് കേട്ട അനിൽ മുഹമ്മദ് അങ്ങോട്ട് കിട്ടുന്ന വിറച്ചിട്ട് നിൽക്കാൻ പറ്റും. കാസ എന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സംഘടന, വെറുതെ സംഘടനയാണ്. അവർ ഈ സിറിയയിലൊന്നും പോലെ ആൾക്കാരെ കൊല്ലുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറയാം, ഈ അനിൽ മുഹമ്മദിനോട് ഞാൻ ചോദിക്കുകയാണ്, സിറിയയിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരു 10,000-4,000 ക്രിസ്ത്യാനികളെയും മറ്റ് ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസിനെയും നിരത്തി നിർത്തി അവർ മതം വേറെ ആയതുകൊണ്ട് മാത്രം, കാഫിർ ആയതുകൊണ്ട് മാത്രം വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ താങ്കൾക്ക് എവിടെയെങ്കിലും ജനാധിപത്യമോ മതേതരത്വമോ സ്നേഹവും തുല്യതയുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം കാണിച്ചു തരാൻ പറ്റുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം ഗവൺമെൻറ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ഇതിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഈ സ്ഥാപനം അറിയിച്ചിരിക്കുന്ന ലെറ്റർ ഞാൻ വിടാൻ പോകുന്നത്. ഇതിനെതിരെ എന്ത് നടപടി? പലപ്പോഴും ഇദ്ദേഹത്തിനെതിരെ പരാതി വന്നപ്പോഴൊക്കെ ഇദ്ദേഹം വഴുതി മാറുന്നത് രാഷ്ട്രീയ സ്വാധീനം, ലീഗ്, മുസ്ലിം, കാരണം മുസ്ലിം ഒരു ചെറിയ വിഭാഗമാണ്, 20-25% വിഭാഗമാണെങ്കിലും അവരുടെ രാഷ്ട്രീയ സ്വാധീനവും നമ്മുടെ രാഷ്ട്രീയക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നതും വളരെ ശക്തമായിട്ടാണ്. കാര്യങ്ങൾ മാറി മറിയുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇടയ്ക്ക് ക്രിസ്ത്യൻ പള്ളികളിലോ ഹൈന്ദവ ഗ്രൂപ്പുകളിലോ മതേതരത്വം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ പോവാറുണ്ട്. പലപ്പോഴും ഇദ്ദേഹം പറയുന്ന ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാണ്, വഖഫ് എന്ന വിഷയം ഞാനാണ് ആദ്യമായിട്ട് കേരള സമൂഹത്തിന് മുമ്പിലേക്ക് ഒക്ടോബർ 3 2024 കൊണ്ടുവന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, 1903 തിരുവിതാംകൂർ രാജാവാണ് ഈ പറഞ്ഞ സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഫറൂഖ് കോളേജ്, സിദ്ദിഖ് സേട്ട്, ഈ വക സമൂഹത്തിന് ഈ ഭൂമി കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടി. അദ്ദേഹം വഖഫായിട്ടൊന്നല്ല കൊടുക്കണേ. തിരുവിതാംകൂർ രാജാവിന് അത്ര ഇതൊന്നുമില്ല. ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടി ആ ഭൂമി ചെറായിലും മുനമ്പത്തുള്ള ഭൂമി കൊടുക്കുന്നത്. ആ ഭൂമിയെ അടിച്ചു മാറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു ഇവന്മാരുടെ. അത് അവസാനം ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ വന്നപ്പോൾ അവർ വില വാങ്ങി വിറ്റതാണ്.
വില വാങ്ങി, അതായത് ഭൂമിക്കില് ഇസ്ലാമിക സമൂഹത്തിന് ഒന്നുമില്ല. എന്നിട്ട് ഇന്ന് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഇരുന്ന് പറയുന്നത് അവിടെ കുടിയൊഴിപ്പിക്കില്ല ഔദാര്യമായിട്ടാണ്. ഇപ്പൊ നമുക്കൊരു പ്രതീക്ഷയുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ് വഖഫ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ഇവിടെ കേൾക്കേ വേണ്ട. വഖഫ് എന്ന ബോർഡുകളെല്ലാം പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കേരള സർക്കാർ അത് ചെയ്യണം. ആന്ധ്രാപ്രദേശിൽ ചെയ്തു കഴിഞ്ഞു ചന്ദ്രബാബു നായിഡു, ഇവിടെ യു പിയിലും ചെയ്തു കഴിഞ്ഞു. വഖഫ് എന്നൊരു വാക്ക് ഇന്ത്യയിൽ മിണ്ടാൻ പാടില്ല എന്നാണ്. കാരണം അത്ര നമ്മുടെ കൊച്ചി കേരളത്തിൽ പോലും 610 കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നിട്ട് ഇവരൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താളം കളിക്കുന്നത് കുറച്ച് പിതാക്കന്മാരുണ്ട്. കത്തോലിക്ക സഭയിൽ അവരെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോന്റെ പോലെ ബ്ലാക്ക് മെയിൽ ഇത് വെച്ചിരിക്കുകയാണെന്നുള്ളത് കത്തോലിക്ക സഭ ചിന്തിക്കണം. ഇദ്ദേഹത്തിന്റെ പേടി ഇപ്പൊ കാസയാണ്. കാരണം എന്താ, കാസ പറയാണ് നമ്മൾ ഇപ്പൊ ഞാൻ ഈ സിറിയയിലെ വിഷയം പറഞ്ഞ മാതിരി ഈ ഒരു ചെറിയ സമുദായത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതു രാജ്യത്തിനെങ്കിലും ആണുങ്ങളെല്ലാം കൊല്ലും അവര്. അത് കഴിഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കിഡ്നാപ്പ് ചെയ്ത് ലൈംഗിക അടിമകളായിട്ട് ചേർക്കുക. അത് അവരുടെ ലോകം മുഴുവനുള്ള പ്രവൃത്തിയാണ്. അത് അഫ്ഗാനിസ്ഥാൻ എടുത്തോ, സിറിയ എടുത്തോ, ലെബൻ എടുത്തോ, ഇറാഖ് എടുത്തോ, എവിടെയും അങ്ങനെയാണ്. അതിന്റെ പരിണിത ഫലമാണ് 4000 ക്രിസ്ത്യാനികളെ ഇന്ന് സിറിയയിൽ വെടിയിച്ചു കൊണ്ടാണ്. നിങ്ങൾ കാണുന്നില്ല ഇവരുടെ പ്രത്യേകത. കേരളത്തിലെ ഗ്രാമത്തിലെ ജനങ്ങൾ ഇതൊന്നും രാഷ്ട്രീയ ആഗോള വാർത്തകളെ പറ്റി ഒരു ചിന്തിക്കാത്തതിന്റെ പേരിലാണ് ഇവരതൊക്കെ മുതലെടുക്കുന്നത്. നല്ല വാക്കും മതേതരത്വവും സ്നേഹവും പറഞ്ഞിട്ട്. അപ്പൊ അനിൽ മുഹമ്മദിനോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ രേഖകൾ താങ്കൾ എവിടെയാണ് ജോലി എടുക്കുന്നത്? ഒരു വീഡിയോയിൽ വന്ന് പറയണം താങ്കൾ എവിടെയാണ് ജോലി എടുക്കുന്നത്, എവിടെയാണ് വീഡിയോസ് ചെയ്യുന്നത്, എന്താണ് താങ്കൾക്ക് ഇത്തരത്തിൽ KMML രാഷ്ട്രീയ നേതൃത്വത്തോട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഇതിലിരുന്നിട്ട് രാജീവ് മന്ത്രി, വ്യവസായ മന്ത്രി, ആഭ്യന്തര വകുപ്പ്, ബിഷപ്പുമാരും ക്രിസ്തീയ സമൂഹങ്ങളും ഹൈന്ദവ സമൂഹങ്ങളും വ്യക്തമായിട്ട് അനിൽ മുഹമ്മദിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞു വർഗീയത വിളമ്പുന്നു സർക്കാരിന്റെ ചെലവില്. ഇങ്ങനെയുള്ള നിലപാടുകൾ കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കേരള സർക്കാർ വ്യക്തമായിട്ട് പറയണം. ഇയാൾ വഖഫിനെ ന്യായീകരിക്കുന്നു, കാസയെ എതിർക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്നാൽ അദ്ദേഹം എന്തുമാവട്ടെ, ഇദ്ദേഹം ഒരു നിഷ്പക്ഷ നിലപാടാണെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയോ, സിറിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നതിനെ പറ്റി പറയോ, വഖഫിന്റെ യാഥാർത്ഥ്യം പറയോ, മുൻപത്തെ ജനങ്ങളുടെ യാഥാർത്ഥ്യം താങ്കൾ പുറത്തു പറയോ? ഇതൊന്നുമില്ല. വളച്ചൊടിച്ച് പറ്റിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ പറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രീ അനിൽ മുഹമ്മദിന്റെ നിലപാട്. പിന്നെ ജാമിദ ടീച്ചറെ പറ്റി ഒരു സ്ത്രീ ഇരുന്ന് കുറെ കാമിത എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയായിരുന്നു ജാമിദ 5 കല്യാണം കഴിച്ചു. അപ്പൊ ഈ മാന്യദേഹം വന്നിരുന്ന് പറയാ, കണ്ടില്ലേ അദ്ദേഹം കോട്ട് ചെയ്യണത് ഒരു വൃത്തികെട്ട സ്ത്രീ ഇരുന്ന് പറയുന്നത്, ജാമിദ ടീച്ചറിനെതിരെ വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുന്നതിനെ കോട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവൻ ഉണ്ടാക്കാണ്. കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എടോ, എക്സ് മുസ്ലിം പെരുകാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്, താങ്കളും ഈ മീഡിയ 1 ചാനലും ഈ സ്ത്രീയൊക്കെ ഇരുന്ന് സംസാരിക്കുമേ നല്ല മുസ്ലിം ഇതങ്ങോട്ട് വിട്ടു പോരണം. എക്സ് മുസ്ലിംസ് താങ്കൾക്ക് അങ്ങനൊരു ഗുണം താങ്കൾ ചെയ്യുന്നുണ്ട്. കാരണം താങ്കൾ കൂട്ടിയൊട്ടിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്, താങ്കൾ KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ വർക്ക് ചെയ്തിട്ട് വെറും പക്ക വർഗീയവാദം അവിടെ ഇരുന്ന് പറയുന്നത് താങ്കള്. ആ അത് സർക്കാർ നോക്കണം. അത് ഇസ്ലാമിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? സുഡാപ്പികൾക്ക് അങ്ങനെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇരുന്ന് സ്പെഷ്യൽ പ്രിവിലേജ് സർക്കാർ കൊടുക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് നടപടി സ്വീകരിച്ചു ഈ അനിൽ മുഹമ്മദിനെതിരെ? ഇദ്ദേഹം വരുന്ന വർഗീയവാദം പറയുന്നത് കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബാധ്യസ്ഥരാണോ? ഇതിനെതിരെ നടപടി ഉണ്ടാകണം. ഞാൻ വളരെയധികം വീണ്ടുകൾ ഇദ്ദേഹം വിദേശ രാജ്യങ്ങൾ പല സന്ദർശനം നടത്തിയിട്ടുണ്ട്. കറങ്ങി നടന്ന് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്ന് അവിടെ ആരൊക്കെ സന്ദർശിച്ചു. കാരണം ഇദ്ദേഹം ഒരു വലിയ പദവിയിൽ KMML വലിയ പദവിയിലിരിക്കുകയാണ്. ഇദ്ദേഹം വ്യക്തമായിട്ട് പറയണം ആരെയാണ്. കാരണം ഖത്തർ എന്ന രാജ്യം പലപ്പോഴും ഈ തീവ്രവാദ നിലപാടുകളുള്ളവരെ തീറ്റിപ്പോറ്റുന്ന ഒരു ഇത് നമുക്കറിയാം. ഇസ്മായിൽ ഹനി ആയാലും താലിബാൻ ആയാലും അൽഖ്വയ്ദ ആയാലും അവർക്കൊരു സോഫ്റ്റ് നിലപാട് ഇസ്ലാമിക തീവ്രവാദത്തോട്. ഇദ്ദേഹം സന്ദർശിച്ച അവിടെ ആരൊക്കെ പോയാണ് കണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന് വേണ്ടിയാണോ ഇദ്ദേഹം ഖത്തറിൽ പോയിരിക്കുന്നത്? ഖത്തറിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കേൾക്കായിരുന്നു മാത്യു സാമുവൽ സാറ് എന്തോ ഖത്തറിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഇതാണ് ജനാധിപത്യമല്ല, നമ്മുടെ മലയാളി സഹോദരങ്ങളെ കൊണ്ടുപോയി അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ്, ഗതികേട് കൊണ്ട് പോകുന്നുണ്ട് തൊഴിൽ അന്വേഷിച്ച്.
അടിമ, ലേബർ ക്യാമ്പിൽ അടിമയായിട്ട് വെച്ചിരിക്കുന്ന രാജ്യമാണ്. അവിടേക്ക് ജനാധിപത്യം വരുത്തുകയാണ് നല്ലവരായ നമ്മുടെ ലക്ഷ്യം മധ്യപൂർവേഷ്യയില്. ഇവന് ഖത്തർന്ന് കേട്ട അപ്പൊ അവൻ പുളകിതമാവണ്. ഇവന് ഇന്ത്യ എന്ന ജനാധിപത്യം മതം കേട്ട് കഴിഞ്ഞാൽ അവനൊരു പുച്ഛം, വിമർശനം, അതല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളിൽ ഒരു കാഫിർ എന്ന നിലപാടാണ് ഈ സഹോദരൻ ഈ ഓഫീസിലിരുന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കെ രാജീവ്, ആഭ്യന്തര വകുപ്പ് വ്യക്തമായി അന്വേഷിക്കണം. ഈ അനിൽ മുഹമ്മദ് എവിടെ ഇരുന്നാണ് പ്രവർത്തനം ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്? ആരാണ് ഇദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്? ആരാണ്? വിദേശ യാത്രകള് കേരള സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും സാധിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ അമിത്ഷാ ഇരിപ്പുണ്ട്, അവിടെ അന്വേഷിക്കണം എന്താണ് ഇദ്ദേഹത്തിന്റെ പരിപാടികള്. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. അനിൽ മുഹമ്മദ് എന്ന വ്യക്തി, ഫസൽ ഗഫൂർ പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് നൽകി ഇപ്പൊ ഇത്തിരി സുഡാപ്പി ആയിട്ട് നടക്കണം, സ്വന്തം വില കളഞ്ഞ് നടക്കുന്ന സൗമ്യമായി സംസാരിച്ച് ഒട്ടിക്കാൻ പറ്റുന്ന ഒട്ടിച്ച് ഒരു ഇസ്ലാമിക രാജ്യം ഇനിയും ഈ ഇന്ത്യയിൽ വരുമെന്നുള്ള മോഹമായിട്ട് നടക്കുന്ന ഫസൽ ഗഫൂർ സൗമ്യനാണ്. പക്ഷെ അദ്ദേഹം അറിയുന്നില്ല എക്സ് മുസ്ലിംസ് ആണ് ഇപ്പൊ വേറെ ഏറ്റവും പ്രബലരെന്നുള്ളത് അറിയുന്നില്ല. കാരണം ഇവര് മുസ്ലിംസ് ബുദ്ധി വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ വിട്ടുപോകുന്ന ഇതാണ് കാണുന്നത്. അപ്പൊ ഫസൽ ഗഫൂറിന് നമ്മൾ പറയും, ഇദ്ദേഹം കേരള സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് കേരള സർക്കാർ അന്വേഷിക്കുക തന്നെ വേണം. അനിൽ മുഹമ്മദ്, താങ്കൾ വന്ന് ഇതിന് വിശദീകരണം നൽകണം. ഞാൻ കുറച്ച് രേഖകളും ഇതോടൊപ്പം പുറത്തു വിടണം. താങ്കൾ ചെയ്ത വീഡിയോസ് താങ്കൾ ഡിലീറ്റ് ചെയ്ത് പിൻവാങ്ങി. കാരണം താങ്കള് തീവ്ര വർഗീയവാദിയാണ്, ഹൈന്ദവ ക്രൈസ്തവ ആചാരങ്ങളുടെ പുച്ഛാണ്, അവരെ പറ്റിക്കാൻ വേണ്ടി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. ഇത് കേരള സർക്കാർ അന്വേഷിക്കുക തന്നെ വേണം.